ഹലോ, അപ്പോൾ ഞങ്ങളിതാ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നൊരു ഔട്ടിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങളിന്ന് സൺഡേ ആയിട്ട് പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ അദ്രിക്ക് ഈ മാസ്കും ഈ തൊപ്പിയും വെച്ചിട്ട് വിട്ടിട്ട് ഞാൻ വേറൊരു കളിയില്ല. കാരണം നല്ല സേഫാണ് ആ തൊപ്പി. അത് തൊപ്പിയായിട്ടും യൂസ് ചെയ്യാം, നമുക്ക് മാസ്കായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ അതൊക്കെ വെച്ചിട്ട് ഞങ്ങളിതാ മോളിലേക്കാണ് പോയത്. അപ്പോൾ അതിൻ്റെ പാർക്കിംഗ് ഏരിയയിലേക്കാണ് വന്നിരിക്കണേ. അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് ലിഫ്റ്റിൽ കൂടെ കയറി പോവാണ്. അങ്ങനെ ഞങ്ങൾ മോളിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ അവിടെ നിന്ന് ഒരാളിത് ഡാൻസും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ മോളിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം ഒന്ന് ഔട്ടിങ്ങും പിന്നെ മെയിനായിട്ടൊരു ഉദ്ദേശം എന്ന് പറയുന്നത് ഡ്രസ്സ്, അതിരിക്കൊരു ജോഡി ഡ്രസ്സ് വാങ്ങിക്കണം. പിന്നെ എനിക്ക് ബാഗ് വാങ്ങിക്കണം, എൻ്റെ ബാഗ് പൊട്ടിപ്പോയി. അപ്പോൾ ബാഗ് വാങ്ങിക്കാനും കൂടി ആയിട്ടാണ് ഞങ്ങൾ മോളിലേക്ക് വന്നത്. അപ്പോൾ ഇത്രയും നാൾ വീട്ടിലിരുന്നിരുന്നിരുന്ന് മടുത്തു. അപ്പോൾ ചേട്ടൻ വന്ന വഴിക്ക് പോവാമെന്ന് പറഞ്ഞ വഴിക്ക് ഞങ്ങൾ ചടപടയെന്ന് വേഗം റെഡിയായി എന്നിട്ട് ഇറങ്ങി. അപ്പോൾ ചേട്ടൻ എന്തോ സ്പീഡോയിൽ കയറി സ്വിമ്മിങ്ങിൻ്റെ കോസ്റ്റ്യൂം എന്തോ നോക്കാനായിട്ട് കയറി. അപ്പോൾ ഇഷ്ടമായില്ല, തിരിച്ചിറങ്ങി വന്നു. എന്നിട്ട് ഞങ്ങൾ മാക്സിലേക്ക് പോയി. മാക്സ് ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ മാക്സിൽ പോയി. അവിടുന്ന് വലിയ കുഴപ്പമില്ലാത്ത സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഒരുവിധം നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു ജോഡി ഡ്രസ്സ് അതിരിക്ക് നോക്കി. നല്ല വില കുറവാണ്. അപ്പോൾ അതിരിക്ക് ഒരു ജോഡി ഡ്രസ്സ് എടുത്തു. അപ്പം ഞാൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ നിന്ന് ഒരാൾ അവിടെ ഇവിടേക്കോ പോയിട്ട് ഓരോന്ന് അവളെ കൊണ്ട് എത്തണ രീതിക്ക് ഓരോന്ന് എടുത്ത് കൊണ്ടുവരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ജോഡി എടുത്തു, ഒരു ലൈറ്റ് ഗ്രീൻ കളർ എടുത്തു. അപ്പോൾ അത് ഇഷ്ടമായി, എനിക്കും ഇഷ്ടമായി, ചേട്ടനും അത് ഇഷ്ടമായി. നല്ലൊരു ന്യൂ മോഡലാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ബാഗ് സെക്ഷൻ്റെ അവിടേക്ക് പോയി. എനിക്ക് ബാഗ് വാങ്ങിക്കാനായിട്ട് ബാഗിൻ്റെ സെക്ഷൻ്റെ അവിടേക്ക് പോയി. അങ്ങനെ ബാഗിൻ്റെ സെക്ഷൻ്റെ അവിടേക്ക് പോയി. വലിയ കുഴപ്പമില്ല, ബാഗുകൾ അങ്ങനെ വലിയ ഞാൻ ഉദ്ദേശിച്ച ബാഗ് കിട്ടിയില്ല. എന്നാലും ഒരു ബാഗ് എടുത്ത് പോന്നു. എനിക്ക് ജസ്റ്റ് ഒരു എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ നമുക്ക് ഫോണും ഇപ്പോൾ വീട് പൂട്ടി പോവുകയാണെങ്കിൽ താക്കോലും ഫോണും വെക്കാൻ പറ്റുന്ന രീതിക്കുള്ള ബാഗാണ് ഞാൻ നോക്കിയത്. പക്ഷേ അത്ര ചെറുത് കിട്ടിയില്ല. എന്നിട്ട് ലാസ്റ്റ് പിന്നെ ഇത് ഒരെണ്ണെടുത്തു, ഒരു വൈറ്റ് എടുത്തു. പക്ഷേ വൈറ്റുമ്മ കറിയായി കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയും. അപ്പോൾ അതുകൊണ്ട് ആ ബാഗ് എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടനൊരു ബാഗ് വാങ്ങിക്കാണ്ടായിരുന്നു ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അങ്ങനെ ചേട്ടൻ ബാഗിൻ്റെ സെക്ഷൻ്റെ അവിടേക്ക് പോയി. അപ്പോൾ ആ ഒരു ബാഗ് ചേട്ടൻ നോക്കി സെലക്ട് ചെയ്തെടുത്തു. ആ സമയത്ത് ഒരാൾ അവിടെ നിന്ന് ഇതന്നെ പരിപാടി, ഓരോന്ന് എടുക്കുക, ഓരോന്ന് വെക്കുക, ഇതന്നെ. അപ്പോൾ അങ്ങനെ ബില്ലൊക്കെ ചെയ്ത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ എസ്കലേറ്റർ വഴി താഴേക്ക് ഇറങ്ങിയപ്പോൾ താഴെയാണ് പാർക്ക്. അവിടെ ഒരു പുതിയൊരു ഒരു സെക്ഷൻ പാർക്ക് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറാൻ ഒരാൾക്ക് തിടക്കം കാണിച്ചിട്ട് പിന്നെ അവിടെ കയറി. അങ്ങനെ മാസ്ക് ഞങ്ങൾ വെക്കും, മാസ്ക് നിർബന്ധമാണ് ഞങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി എല്ലാത്തിനെയും ഒക്കെ ഒന്ന് കറക്കിയും പിടിച്ചൊക്കെ വന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവിടുന്ന് ട്രെയിൻ, കാറ്, ഈ വക സാധനങ്ങൾ കണ്ടു. അപ്പോൾ പിന്നെ അതിലേക്ക് അതിൽ കയറണം. അപ്പം എന്നാൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അതിൽ കയറി. രണ്ടിലും കയറി. ഈ ഒരു ജീപ്പ് പോലത്തെ ഈ ഒരു വണ്ടിയിലും കയറി. വരുന്നു അവിടെ നിന്ന് ഒരാൾ വണ്ടി ഓടിപ്പിച്ച് വരുന്നുണ്ട്. ബാക്കിൽ ആളുടെ കയ്യിലാണ് റിമോട്ട് കൺട്രോൾ ഉള്ളത്. അപ്പോൾ അങ്ങനെ ആൾ അതിരിനെയും കൊണ്ട് വന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒരാൾക്ക് പിന്നെ അടുത്തത് ട്രെയിനിൽ കയറണം. അപ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഹലോ ഗൈസ്, ഞാനിനി ട്രെയിനിൽ കയറാൻ പോവാണ് ഗൈസ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ട്രെയിനിൽ കയറി ഇരുന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിയിരിക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇവിടെ ഒരാൾക്കും കൂടി ഇരിക്കാട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഇരുന്നോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ എവിടേക്ക് നോക്കുന്നുണ്ട്. ആദ്യത്തെ കമ്പാർട്ട്മെൻറ്റിലാണ് കയറിയത്. അത് കഴിഞ്ഞ് അത് ഇഷ്ടമാവാണ്ട് അവിടെ നിന്ന് ഇറങ്ങി വന്ന് രണ്ടാമത്തേൽ പൊത്തി പിടിച്ച് കയറി. അങ്ങനെ വണ്ടി പോകുന്നു. വണ്ടി ഒരു റൗണ്ട് അടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ട്രെയിനിലും കയറി ജീപ്പിലും കയറി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അത്രേ ഉള്ളൂ.